പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം എന്ന ശുശ്രൂഷയിൽ ഞങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്കും അങ്ങ് ചൊരിഞ്ഞു നൽകുന്ന കൃപകളെ ഓർത്ത്, അന്നു വേണ്ടുന്ന ആഹാരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സംപ്രീതനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കുന്ന നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തില് അങ്ങയുടെ അന്നു വേണ്ട ആഹാരത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഡെയിലി ബ്രെഡില് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനമാണ്. ഇവിടെ പറയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം, നടക്കേണ്ട വഴി ശൈശവത്തിൽ തന്നെ മക്കളെ പരിശീലിപ്പിക്കണം. അങ്ങനെ പരിശീലിപ്പിച്ചാൽ വാർദ്ധക്യമെത്തിയാലും ആ വഴിയിൽ നിന്ന് മക്കൾ വ്യതിചലിക്കത്തില്ല. ഇന്ന് അനേക മക്കള് വഴി പിഴച്ച്, വഴി വ്യതിചലിച്ചു പോകുമ്പോ അതിന്റെ പിന്നിലൊക്കെ മാതാപിതാക്കളായ നമുക്ക്, വൈദികർക്കും കന്യാസ്ത്രീമാർക്കും അപ്പന്മാർക്കും അമ്മമാർക്കും വിളിക്കപ്പെട്ട നേതൃത്വം കൊടുക്കേണ്ട ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടവര് ഈ പരിശീലിപ്പിക്കൽ കൊടുത്തില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുക, എന്താണ് നടക്കേണ്ട വഴി? അത് വേറൊന്നുമല്ല, വചനത്തില് യേശുവിനെ തന്നെ സ്വന്തമാക്കി യേശു പറഞ്ഞില്ലേ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ആ ഈശോയെ അനുഭവവേദ്യമാക്കി കൊടുത്ത് ഉദാശയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് ഈശോയിൽ വളരണം, അതിനുവേണ്ടി പരിശീലിപ്പിക്കുന്നു. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ അതിന്റെ അമ്മ ഇവിടെ കുമ്പസാരിപ്പിക്കാൻ കൂടി. ആ കുഞ്ഞ് കുമ്പസാരിച്ചിട്ട് 7 വർഷമായി. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവൾ ടീച്ചറാണ്. എന്നിട്ട് പോലും ഈ കൊച്ചിന് 7 വർഷം കുമ്പസാരിച്ചിട്ട്. അപ്പൊ ഈ കുഞ്ഞിന്റെ അവസ്ഥ ഓർത്ത് വയ്ക്കും നിങ്ങൾ. ഈ കുഞ്ഞിന് അവള് പറയാ, ഞാൻ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു, മാമോയിസ സ്വീകരിച്ചു, അതുകൊണ്ട് ഞാൻ മാമോയിസ മുക്കപ്പെട്ടു, കുമ്പസാരം സ്വീകരിച്ചു, കുർബാന സ്വീകരിച്ചു, എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല. ആ കുഞ്ഞിനെ ആര് പരിശീലിപ്പിച്ചു? ബോധ്യങ്ങൾ കൊടുക്കണം. എന്താണ് കുർബാന? അത് അനുഭവവേദ്യമായി കൊടുക്കണം. അതാണ് സങ്കീർത്തനം 34 പറഞ്ഞുണ്ടല്ലോ, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾ ഈശോയെ, ഉദാശയെ, വചനത്തെ രുചിച്ച് അറിയുന്ന അഭിഷേകത്തിൽ അറിയണം. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ ധ്യാനത്തിന് യുവമക്കളും കുഞ്ഞുമക്കളും കടന്നു വന്ന് ഈ അടിസ്ഥാനത്തില് 2 ദിവസം ധ്യാനം കൂടുമ്പോ തന്നെ അവർക്ക് ലഭിക്കുന്ന ഒരു ബോധ്യമുണ്ട്. കാരണം ഇവിടെ പറയപ്പെടുന്നത് അടിസ്ഥാന സുവിശേഷം, നമ്മൾ ആരാണ്, നമ്മുടെ കരുത്തെന്താണ്, കൂദാശയുടെ വ്യത്യസ്തത എന്താണ്, കർത്താവ് കൂടെയുള്ള ജീവിതം, ഇതിനെ കുറിച്ചൊക്കെ പറയപ്പെട്ട് കഴിയുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മക്കളൊക്കെ മാറുന്ന മാറ്റം, സ്വീകരിക്കുന്ന കൃപകൾ. ചില കാരണവന്മാരും മരിക്കാറായ ടീമുകളൊക്കെ പറയാറുണ്ട്, അച്ഛാ ഇത് പണ്ടേ അറിയേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ ഓർക്ക്, ഈ സത്യം അറിയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞ് പരിശീലിപ്പിച്ച നമ്മുടെ മക്കളും നമ്മുടെ അച്ഛന്മാരും നമ്മുടെ കാർന്നവന്മാരും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതങ്ങളും എങ്ങനെ പോകുമായിരുന്നു? അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വചനം ശ്രദ്ധിക്കണം. ശൈശവത്തിൽ തന്നെ, പ്രായമായിട്ടില്ല, ശൈശവത്തിൽ തന്നെ
പരിശീലിപ്പിക്കണം. അത് വന്നുപോയി വീഴ്ചകളെ അറിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോയുടെ മാപ്പ് ചോദിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ പറയണ വാർദ്ധക്യത്തിലും അവയിൽ നിന്ന് വ്യതിചലിക്കത്തില്ല. ഇന്ന് നമ്മുടെ മക്കള് പലതിലേക്കും വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പിഴ എന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇനിയെങ്കിലും ഞങ്ങളുടെ ഈ തിരിച്ചറിവ് കിട്ടിയിട്ട് വ്യതിചലിച്ചു പോയ അനേകം മക്കള്, അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, അനേക മക്കള് ഈ വഴിയിലേക്ക് തിരിച്ചു വന്ന് ഇന്ന് കുർബാനയില് ദിവ്യകാരുണ്യത്തില് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന അനേകം മക്കളുടെ ജീവിത സാക്ഷ്യങ്ങൾ വെച്ച് അച്ഛന് പറയാൻ പറ്റും, പരിശീലിപ്പിച്ചാൽ, ഈ സത്യം തിരിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞാൽ നമ്മുടെ മക്കൾ ഈ വഴി വിട്ട് ചത്താലും പോകില്ല. അതാണ് രക്തസാക്ഷിത്വത്തിന്റെ പാരമ്പര്യം, വിശുദ്ധരുടെ ചരിത്രം നമ്മയൊക്കെ പഠിപ്പിക്കുന്ന സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒക്കെ എന്നെങ്കിലും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനം കൂടി സത്യം അടിസ്ഥാനമിട്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ധ്യാനം കൂടി പോയ അനേക മക്കൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ കുമ്പസാരം വിശുദ്ധ കുർബാന ഒരിക്കലും മുടങ്ങാതെ ജീവിച്ചിട്ടുണ്ട്. അതിലൂടെ മദ്യപാനം വിട്ട്, തെറ്റായ കൂട്ടുകെട്ട് വിട്ട്, പല പാപകരമായവ വിട്ട് ജീവിക്കുന്ന അനേക മക്കള് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ഈ ഒരു അനുഭവമുള്ളവരായിരിക്കാം. ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായ ഈ പരിശീലിപ്പിക്കലുണ്ടെങ്കിൽ ഞാൻ പറയും അത് സ്വഭാവത്തിലും ജീവിതത്തിലും ആരോഗ്യത്തിലും ജോലിയിലും പഠനത്തിലും പൗരോഹിത്യത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ബലപ്പെടുത്തുന്ന അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞു മക്കളുള്ള മാതാപിതാക്കള് ശൈശവത്തിൽ തന്നെ മക്കളെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കണം. അത് അറിയണമെങ്കിൽ നീ അറിയണം, നീ അനുഭവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അഭിഷേകത്തിലൂടെ ദിവ്യാനുസരണത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കരുണ ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങാകുന്ന വഴിയിലൂടെ ചരിക്കാൻ അനുഗ്രഹിക്കണമേ. പരിശീലിപ്പിക്കാൻ ജ്ഞാനം നൽകണമേ, കൃപ നൽകണമേ, അനുഭവം നൽകണമേ. ഞങ്ങളും ഈ ഒരു അനുഭവം രുചിച്ചറിയട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ ഈശോയുടെ കൂടെ നമുക്കായിരുന്നു പ്രാർത്ഥിക്കാം. മക്കളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാനും അങ്ങയെ രുചിച്ചറിയിപ്പിക്കുവാനും അങ്ങാകുന്ന വഴിയിലൂടെ ചരിപ്പിക്കാനും ഞങ്ങൾക്കിടയാകണം. ഈശോയെ, അങ്ങ് ഇന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ, ശൈശവത്തിൽ തന്നെ മക്കൾ നടക്കേണ്ട വഴി ഞങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കണമെന്ന്. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ ഈ വഴി പരിശീലിപ്പിക്കാൻ വേണ്ട അഭിഷേകം, ദൈവകൃപ, ദൈവിക ജ്ഞാനം, സ്വർഗത്തിന്റെ സഹായം ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, വന്നുപോയ വീഴ്ചകളോർത്ത് സമയത്ത്, പഠിപ്പിക്കേണ്ട സമയത്ത് ശൈശവത്തിൽ തന്നെ ഈ വഴി പഠിപ്പിക്കാതെ പോയ ഞങ്ങളുടെ ഉപേക്ഷകളെയോർത്ത്, പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അനേക മാതാപിതാക്കള് ശൈശവത്തില് മക്കളെ ഇട്ടിട്ട് സമ്പാദിക്കാൻ വേണ്ടി പല സ്ഥലത്തും ഓടി നടന്ന് മക്കളെ പരിശീലിപ്പിക്കേണ്ട സമയത്ത് പരിശീലിപ്പിക്കാതെയൊക്കെ കർത്താവേ ഒത്തിരിയേറെ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. ആ പരിശീലനക്കുറവ് ആ മക്കളുടെ വളർച്ചയില് വഴിവിട്ട് പോകാൻ കർത്താവേ ഇടയായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞില്ലേ, അങ്ങനെ ശൈശവത്തില് ആ വഴി പരിശീലിപ്പിച്ചാൽ വാർദ്ധക്യത്തിലായാലും ആ മക്കൾ വഴിവിട്ട് പോകില്ല. കർത്താവേ, വന്നുപോയ വീഴ്ചകൾ ഏറെയാണ്. അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കാൻ കഴിയാതെ പോയതിനോർത്ത് മാപ്പ് ചോദിക്കുമ്പോ ഇന്ന് ഞങ്ങള് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് മനസ്സിലാക്കുന്നില്ല. പള്ളി പോകാൻ പറഞ്ഞാൽ അതിന്റെ ആവശ്യകത അവർക്കറിയില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതിന്റെ ആവശ്യകത അവർക്കറിയില്ല. ഉദാശയെ കുറിച്ച് പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം അത് അനുഭവവേദ്യമാക്കി കൊടുക്കേണ്ട സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കളായി ഞങ്ങൾക്ക്, അഭിഷിക്തർക്ക്, കന്യാസ്ത്രീമാർക്ക്, വേദപാഠം പഠിപ്പിക്കുന്നവർക്ക് കഴിയാതെ പോയി. സഭയ്ക്ക്
കഴിയാതെ പോയിട്ടുണ്ട് ഈശോയെ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവേ. എന്നാൽ ഞങ്ങൾ അറിയുന്നു അങ്ങ് വഴിയാണ്, അങ്ങ് സത്യമാണ്, അങ്ങ് ജീവനാണ്. ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കാതെ പോയ ഈ വലിയ സത്യം, ഈ പരിശീലനം, ഈ വഴിയാകുന്ന അങ്ങ് ഈശോയെ, അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കളുടെ വഴിയാകണമേ. അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കണമേ. അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് ജീവനായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിവിട്ടു പോയ ഞങ്ങളുടെ മക്കളെ ഏറ്റവും സ്നേഹത്തോടെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കൾ സത്യം അറിയട്ടെ. അങ്ങ് പറഞ്ഞില്ലേ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വഴി, ഈ വചനമാകുന്ന വഴി, ജീവനാകുന്ന വഴി, യേശുവേ അങ്ങാകുന്ന വഴി ഞങ്ങളുടെ മക്കൾ അറിഞ്ഞ് അതിലേക്ക് ഓടി അണയട്ടെ, തിരിച്ചു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങൾക്ക് വന്നുപോയ വീഴ്ചകള്, ഉപേക്ഷകള്, നഷ്ടങ്ങള്, അശ്രദ്ധകള്, പഠിപ്പിക്കാതെ പോയത് ഈശോയെ, വീണ്ടും 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 ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ആ പരിശീലനം സ്വീകരിച്ച് ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ശൈശവ മക്കളെ സമർപ്പിക്കുന്നു. ബാല്യത്തിലുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൗമാരത്തിലുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മാതാപിതാക്കളെയും ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ട വഴി ഈ മക്കൾക്ക് അങ്ങ് തന്നെ പറഞ്ഞു കൊടുക്കണമേ കർത്താവേ. പരിശീലിപ്പിക്കുമ്പോ അത് സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ. ഉദാശയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തെക്കുറിച്ച്, അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ വഴിയാകുന്ന അങ്ങയെക്കുറിച്ച് തന്നെ അറിഞ്ഞ് ഞങ്ങളുടെ മക്കൾ ജീവിക്കാൻ ഇടയാകട്ടെ. അതിനായി കർത്താവ് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ, ഞങ്ങളുടെ മാതാപിതാക്കളിലേക്ക് പ്രവഹിക്കട്ടെ, ജീവിത പങ്കാളിയിലേക്ക് പ്രവഹിക്കട്ടെ. മാപ്പ് ചോദിച്ച് കരുണയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. കുമ്പസാരിച്ച് പാപപരിഹാര ബലിയർപ്പിച്ച് നഷ്ടപ്പെട്ടു പോയ കൃപകൾ മക്കൾക്ക് വീണ്ടും വീണ്ടും വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളുടെ മക്കൾ ഈ വലിയ വഴിയിലേക്ക് കർത്താവെ തിരിച്ചു വരട്ടെ, തിരിച്ചു വരട്ടെ. അതിനായിട്ട് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുറവുകളെയും പോരായ്മകളെയും പരിഹരിക്കുന്ന, അതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപകളും ഒക്കെ തിരിച്ചു നൽകുന്ന അങ്ങയുടെ വലിയ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളുടെ മക്കൾക്ക് തിരിച്ചു കൊടുക്കണമേ, ഞങ്ങൾക്കും തിരിച്ചു നൽകണമേ. യഥാർത്ഥമായ വഴിയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരട്ടെ. വലിയ അഭിഷേകം, മാനസാന്തരം സംഭവിക്കട്ടെ. വ്യക്തിപരമായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.